അവിടെ വെച്ച് കോഴികളൊക്കെ ഏതാണെന്ന് അറിയത്തില്ല. നമ്മുടെ കോഴി നമ്മളെ വെച്ച് അയച്ച കോഴികളൊക്കെ ഏതാണ് എടുത്തേക്കുന്നതെന്ന് അറിയത്തില്ല. ഇതൊക്കെ ഒത്തിരി കോഴികളുണ്ട്. അതെല്ലാം കഴുത്ത് വെച്ചിരിക്കുകയോ അവളോ അവനൊക്കെ ഫുഡടിക്കുക ഇങ്ങനെ ഡെറാവടിക്കുക പല അവന്മാരും അവന്മാരും നമ്മളെ വെച്ച് കുറെ കടകളുണ്ടാക്കി ഡെറാവടിച്ച് നടക്കുക പല അവന്മാരും അവന്മാരും. നമ്മുടെ സ്വത്തും എന്റെ 146 സെന്റ് സ്ഥലവും വീടും അയച്ചെടുക്കാൻ ഇങ്ങനെ നടക്കുക. അതിങ്ങനെ കുറഞ്ഞ വിലക്കൊക്കെ നിൽക്കുന്ന പറഞ്ഞോണ്ടൊക്കെ പറ്റി. അതുപോലെ എനിക്ക് 17 സെന്റും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഈ പരിപാടി മനസ്സിലായത്. 17 സെന്റ് അവിടെ ഉണ്ടായിരുന്നു. അത് വിറ്റപ്പോഴേ സെന്റിന് അന്ന് 92,000 രൂപ വെച്ചാണ് കിട്ടിയത്. പക്ഷെ അതിലൊക്കെ കൂടുതൽ കിട്ടുകയായിരുന്നു. ഉമ്മാൻ കുറച്ച് തന്നിട്ട് ഉമ്മാൻ എന്തിനാന്ന് വെച്ചാൽ 1.5 ലക്ഷം മാത്രം നമ്മുടെ കൊണ്ട് തെളിവല്ല. 1.5 ലക്ഷം മാത്രം ഈ ഓവർസീസ് ബാങ്കിലോട്ട് ഇട്ടേച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ എന്റെ കയ്യിൽ തന്നു. കൈ തന്നേച്ച് ഇവന്മാര് വരുത്തി 1.5 ലക്ഷത്തിന് ഞാൻ കിട്ടുന്നത് ഈ 17 സെന്റ്. എന്നിട്ട് ഏതാണ്ടൊക്കെ വലിയ തുകയൊക്കെ അയച്ചെടുത്ത് പുട്ടയച്ച് നടക്കുക കുറെ ആൾമാരും അവന്മാരും കൂടി ബിജുപി ഉൾപ്പെടെ കുറെ എണ്ണം. അപ്പൊ ഇങ്ങനെയൊക്കെ കടകൾ ഉണ്ടാക്കി ഇങ്ങനെ ഇതാക്കാനാ ഇങ്ങനെ കടലാക്കി ഇതാക്കി ഇങ്ങനെ വലിയ തുക അയച്ചെടുക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് നടക്കുന്നത്. അതിനായിട്ട് എന്റെ പുറകിൽ ഇങ്ങനെ നടക്കുക. എന്റെ വസ്തു ഞാൻ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു എന്നൊക്കെ വരച്ചേച്ചൊക്കെ വലിയ ഇതുണ്ടാക്കി. അതുപോലെ തന്നെ കൊല്ലാൻ നോക്കിയതാ ഇതുപോലെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കള്ളൻ ഇങ്ങനെ കൊല്ലാൻ നോക്കിയത്. എന്റെ വസ്തു പറയും തട്ടിയെടുത്തേക്ക് കൊല്ലാൻ നോക്കിയവർ എന്നെ. എങ്ങനെയാന്ന് വെച്ചാൽ അവരൊക്കെ പറഞ്ഞു സന്ധ്യാസന്ധ്യ ആവുന്നുണ്ട് ഇതുപോലെ ഒരു ചീത്തവിളിയായിരുന്നു പണ്ട്. പിന്നെ ഇപ്പൊ പറയുമ്പോൾ ചീത്ത വിളിക്കുന്നവരാവും പണ്ടായി ചീത്ത വിളിയായിരുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടല്ല കുറെ ചീത്ത വിളിയാ. ചീത്ത വിളിച്ച് പക്ഷെ ഞാൻ എന്റെ വസ്തുവിന്റെ പ്രമാണമെല്ലാം മാവേലിക്കര നമ്മുടെ ജുഡീഷ്യൽ സർക്കാർ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കൊണ്ടുവച്ചിരുന്നത്. ഉമ്മ അറിഞ്ഞില്ല ഞാൻ അവിടെ കൊണ്ടുവച്ചിരിക്കുവാണ്. ഉമ്മ ഇങ്ങനെ കടകളുണ്ടാക്കി. എന്നിട്ട് അവസാനം എനിക്ക് മനസ്സിലായി ഉമ്മാര് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളെ കൊല്ലാനായിട്ടൊക്കെ കറണ്ട് കളയുക പല പല പരിപാടികളാ. രാത്രി ഫുൾ കറണ്ടൊക്കെ കളയാനുണ്ടെന്ന് നോക്കി ഉമ്മാര്. അന്നേരം ഞാൻ ഫേസ്ബുക്കിനകത്തൊക്കെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ കുറെ എണ്ണം ഈ വഴിപാടുപോലെ നമ്മുടെ ക്യാമറയൊക്കെ ഹാക്ക് ചെയ്ത് വെച്ചോണ്ടായിരുന്നു ഇവന്റെ പരിപാടി. ഒരു രാജമ്മേന്ന് പറയുന്നവരാണ് അന്ന് എന്റെ ഇതെല്ലാം അഴിച്ചു വെച്ച് അതിന്റെ ക്യാമറ ടെക്നീഷ്യനെയും പോലീസുകാരെയും കൂടെ കൊണ്ടുവന്ന് ഇതിനകത്ത് കഴിക്കുന്ന ക്യാമറയെല്ലാം ഹാക്ക് ചെയ്ത് അവരുടെ കൊടുത്തത്. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവരുടെ. എന്നിട്ട് ഈ സുബ്രഹ്മണ്യൻ നമ്മുടെ ക്യാമറ നോക്കി ഇരിക്കാതെ നമ്മുടെ വെളിയിലിറങ്ങുന്ന ആ വെളിയിലിറങ്ങി ലൈറ്റ് ഇട്ടു മറ്റേത് മറിച്ചത്. ഇപ്പൊ ഇതിന് അറിയാല്ല ഇതിനെ നോക്കി ഇരിക്കുകയല്ലേ ജോലി. എന്നിട്ട് അവരനുസരിച്ച് കഥ. അതുപോലെ ഇപ്പൊ ഈ കഥകള് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതെല്ലാം കേട്ടോണ്ട് ഇവരെ കഥകളുണ്ടാക്കുക ഇവന്മാരുടെ പരിപാടി. ഇതാണ് ഇവന്മാരുടെ പരിപാടി. ഇപ്പോൾ ഉണ്ടല്ലോ ഹിഡൻ ക്യാമറയും മൈക്രോഫോണും ഒക്കെ വെച്ച് നമ്മൾ പറയുന്നതും എല്ലാം കേട്ടോണ്ട് നമ്മുടെ വീട്ടിൽ എന്തോ ഉണ്ടാക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു സംസാരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ കഥകളുണ്ടാക്കുക ഇപ്പോഴും ജോലി. അപ്പം എന്നിട്ട് ഇങ്ങനെ കഥകളുണ്ടാക്കി നമ്മൾ പലതും പിടിച്ചു വയ്ക്കാനൊക്കെ നോക്കുക. അന്നും അതുപോലെ കഥകളൊക്കെ ഉണ്ടാക്കി ഇവന്റെ മോന്റെ കൂടാ ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകളൊക്കെ ഉണ്ടാക്കി കുറെ കഥകളെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ നടപ്പായിരുന്നു ജോലി ഇവന്റെ. എന്നിട്ട് അവസാനം നമ്മൾ എഴുതി വെച്ചു ഇവരെ എന്നുവെച്ചാൽ ഇവന്മാരെന്നെ കൊല്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി കൊന്നാലേ അങ്ങനെ ചിലരെയൊക്കെ കൊന്ന് ഒത്തിരി കെട്ടിത്തൂക്കിയ ചരിത്രമുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചരിത്രങ്ങളൊക്കെ ഇതിന്റെ പല ചരിത്രങ്ങൾ. അവിടെ നമ്മൾ എഴുതി വെച്ച് ആര് വന്നാലും കാണണം എന്നെ ഞാൻ ശക്തികരമായി ഇന്നതിന്നതൊക്കെയാ സംഭവിച്ചത്. ഇന്നതിന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മള് വെള്ളത്തിൽ കലക്കുന്നവരെയൊക്കെ പിടിച്ച് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ കലക്കാൻ വന്നവരെല്ലാം പിടിച്ചൊക്കെ 2020 അങ്ങനെ പിടിച്ചതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഞങ്ങൾ രാത്രി പിടിച്ചെന്നുള്ള തെളിവൊക്കെ എന്റെ ഉണ്ടിപ്പോ ചുമ്മാ പറയാനുള്ളത്. ഇവിടെ നടന്നതെല്ലാം നമ്മുടെ തെളിവുണ്ട്. അങ്ങനെ കണ്ടുവരുമ്പോൾ തീടിയിലായിരുന്നു സോമനാഥൻ. അവിടെ പഞ്ഞാറെ മൂലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു സോമനാഥന്റെ തീടിയിൽ ഫുള്ള് സമയം തീടിയിലായിരുന്നു. എന്നിട്ട് അവസാനം ഞാൻ എഴുതി വെച്ചപ്പോഴത്തേനോ എല്ലാവരും പേര് ഞാൻ ഉൾപ്പെട്ടവരുടെ പേരെന്തോ ചിലർക്കൊക്കെ അങ്കലാപ്പായി. പേരെഴുതി വെച്ചിയോ നാട്ടുകാരെല്ലാം കാണുന്നത് അങ്ങനാന്നേ ഇങ്ങനാന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ നമ്മളെ പിടിച്ചോണ്ട് പോയത്. അല്ലെങ്കിൽ ഇവന്മാർക്കൂടെ കയറാൻ വെക്കുവോ? അങ്ങനെയൊക്കെ പിടിച്ചോണ്ട് പോയതാ. മനസ്സിലായില്ലയോ? ഉമ്മാര് അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെ ഇരുന്നേ നാട്ടുകാരൻ ശരിക്ക് വായിച്ചേനെ ഉമ്മാരുടെ കാര്യങ്ങളൊക്കെ മറ്റേ ശരിക്ക് പിടിച്ചോണ്ട് പോയതാ. ഇതൊക്കെ പെയിന്റ് ചെയ്യിച്ചത്. എന്റെ അമ്മയെ വിളിക്കാതെ പെയിന്റ് ചെയ്യോ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ചെറുകൂട്ടത്തിൽ ചട്ടിയൊക്കെ ഇവിടെ അരിവാനും ചുറ്റിക എല്ലാതായിട്ട് കൊണ്ടുവന്ന് വിട്ട് എന്റെ കഥ കഴിച്ചു പൊളിച്ച്. ഇപ്പോഴും എന്റെ കഥവ് ശരിയല്ല. കഥ കഴിച്ച് പൊളിച്ച് കയറി ഞാനിത് വാങ്ങിച്ചു. എന്റെ ഡീരിയാർ വരെ എടുത്തോണ്ട് പോയി. ഇവിടെ നടന്ന കൂട്ടുകളെല്ലാം ആൾക്കാർ കാണാതിരിക്കാൻ പിന്നെ ഡീരിയാർ വരെ മോട്ടിച്ചോണ്ട് പോയി. ഞാൻ എന്റെ ഡീരിയാർ വരെ വാങ്ങിച്ചു. എന്റെ
കാശ് കൊടുത്ത് പൊട്ടിപ്പിച്ചത്. അവര് പറഞ്ഞാൽ മതി ഏതവരാണ് ഈ പറഞ്ഞിട്ടാ പൊട്ടിപ്പിച്ചെന്നുള്ളത്. അവര് പറയും. അവർക്ക് അടുത്ത് പറഞ്ഞെങ്കിൽ അവര് പറയുമല്ലോ. അവര് പറഞ്ഞാൽ മതി അവരങ്ങ് പോകും, അവരെ വിടും. ഇതിന്റെ മുന്നേ വലിയ സംഘമുണ്ടല്ലോ, വലിയ ഗ്യാങ് സംഘങ്ങളുണ്ട്. ഇതിനൊക്കെ അതിനകത്തുള്ളതാ. എന്റെ സെർച്ച് വാറണ്ട് ഇല്ലാതെ എന്റെ കഥകൾ എന്റെ ഗ്രില്ല് തല്ലി പൊടിച്ചത് മോഹൻ സിംഗും സോമരാജനും കൂടെ ആ കമ്പി വഴിയെല്ലാം കൊണ്ടുവന്ന് കൊടുത്തത് രാജമ്മയ്ക്കും പോലീസുകാർക്കും കൂടെ എന്റെ ഗ്രില്ല് കാപ്പടടിച്ച് പൊട്ടിക്കാൻ. ഇതിനകത്തെല്ലാം ഗ്രില്ല് കാണുന്നതാണ് ഇവിടെ ആരും ഇല്ലെന്നുള്ളത്. എന്റെ ക്യാമറ ഹാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വിട്ടത്. എന്റെ ക്യാമറ ടെക്നീഷ്യനുമായിട്ടാണ് ഇവന്മാരിവിടെ വന്നു കയറിയത്. അങ്ങനെ പല പല കള്ള പരിപാടികളായിട്ട് നടക്കുക. ഇപ്പൊ എന്റെ ക്യാമറ ഞാനും മുക്കുമേ ഉള്ളു. ക്യാമറ വേറെ ആരും കാണുന്ന രീതിയിലല്ല എന്റെ ക്യാമറ. ആരും യൂസ് ചെയ്യാനും എന്റെ അനുഭവത്തോടോ സമ്മതത്തോടോ അല്ല അവൻ ജയിലിൽ പോവുക ചെയ്യും. ഇതൊന്നും എന്റെ അനുഭവത്തോടോ സമ്മതത്തോടോ അല്ല എന്റെ ക്യാമറ. ഏതെങ്കിലും അവൻ കാണുന്നുണ്ടെങ്കിലും കാണുന്നത് പല പല കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവന്മാര്. പല പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ. നമ്മുടെ ക്യാമറ രാവിലെ ഞാനും എന്റെ മുക്കുമേ ഉള്ളു, അല്ലാതെ വേറെ ആരും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും യൂസ് മുക്കുമിന്റെ പേരിലായി ക്യാമറ. മുക്കുമായിട്ടും ചെയ്തു പാസ്വേഡ് പറഞ്ഞതുമെല്ലാം മെയിൻ ക്യാമറ ഇതാക്കിയിരിക്കുന്ന മുക്കുമിന്റെ ഫോണില്ല. ഇത് എനിക്ക് മുക്കുമിന്റെ OTP വേണം ഇതിനകത്ത് കയറാനും പിടിക്കാനുമല്ല. അങ്ങനെ നമ്മൾ കയറിയിരിക്കുന്നത്. അല്ലാതെ വേറെ അങ്ങനെയൊക്കെ നോക്കി OTP ഒക്കെ കിട്ടാനൊക്കെ നോക്കി ഒരു ദിവസം രാവിലെ വെളുപ്പാങ്കാലത്തെ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. കുറെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പല പല ഇമാർക്കിപ്പോ ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് ഏതാണ്ട് ക്ലിക്ക് ചെയ്താ ഏതാണ്ട് അയാളുടെ കാശ് പോയെന്ന്. അങ്ങനെ പല പരിപാടികളുണ്ട് ഇവന്മാർക്ക്. പല പല പരിപാടികളുമായിട്ട് ഇങ്ങനെ നടക്കുക ഇവന്മാര്. പല പല രീതിയിലെ പരിപാടികളുമായിട്ട് ഇങ്ങനെ നടപ്പാ. ഇങ്ങനെ മാത്രമേ തിരിച്ചായി കണിയാൻ വലിയ രോഗമായി. കണിയാൻ ആരാന്ന് നമുക്കറിയത്തില്ല. എങ്ങാണ്ടൂന്ന് വന്ന മലപ്പുറത്തുനിന്ന് എങ്ങാണ്ടൂന്ന് പിടിച്ചോണ്ട് വന്നതാണ്. എങ്ങാണ്ടൂന്ന് വൈകി വന്ന് ചെരുപ്പ് വിറ്റ ഒരുത്തനെ ചെരുപ്പ് വിൽക്കാൻ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി കിട്ടിയതായി ഇവർക്ക്. അല്ല വേറെ രീതിയിലൊന്നും അല്ല. ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയി ചെരുപ്പ് കടയിൽ ചെറുതാനെ കിട്ടിയതായി ഇവർക്ക്. ഈ സൽപ്പവല്ലി എന്ന് പറയുന്നത് ചെരുപ്പ് കടയിൽ ഇരുന്നാനെ കിട്ടിയതായി തന്നെ. ഇവരെ കൊണ്ട് വന്നിരിക്കുക. ആളുകൾക്കൊരു ചെരുപ്പൂട്ടിയുടെ സ്വഭാവം, തനി സ്വഭാവം ചെരുപ്പൂട്ടി. അതുപോലത്തെ വായിന്ന് ഇരുന്നതിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ ചെരുപ്പൂട്ടികൾ അങ്ങനെയാണ്. എന്നാലും ചെറുത്ത ചെരുപ്പൂട്ടി ഒന്ന് കിടക്കുക ഇതിന് കേൾക്കാൻ എഴുമ്പ്. വെളിയിലില്ല ചൂട്. അവിടെ വിലക്കാത്തോട്ടാണല്ലോ EMF എല്ലാം കൂടെ അടിച്ചു വിടുന്നത്. കണിയാൻ ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കും ഒരു പല്ല കണിയാൻ. രോഗം കൊണ്ട് നടക്കുക ആളുകൾ.